VBY ITI കൽപ്പകഞ്ചേരി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. മൂന്നാം സെമസ്റ്ററിലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന സബ്ജക്റ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഹബീബ് റഹ്മാൻ, ഇൻസ്ട്രക്ടർ VBY ITI കൽപ്പകഞ്ചേരി. Today we are starting a new chapter, friction, in which the following topics are friction, advantages and disadvantages, laws of friction, coefficient of friction, angle of friction, simple problems related to friction, lubrication, application and effects of friction in workshop practice. ഈ ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉള്ളത്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഫ്രിക്ഷൻ. നമുക്ക് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഫ്രിക്ഷൻ? ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ടു സർഫസസ് ദാറ്റ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ വെൻ ദേ മൂവ് ഓവർ ഈച്ച് അതർ. പരസ്പരം സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് പ്രതലങ്ങൾ ചലിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഉരസുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിരോധ ബലമാണ് ഫ്രിക്ഷൻ അഥവാ ഘർഷണം. അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുന്നു. ഇങ്ങനെ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ആ രണ്ട് വസ്തുക്കളുടെ കോണ്ടാക്റ്റിംഗ് സർഫസുകൾക്കിടയിൽ, സ്പർശിക്കുന്ന പ്രതലങ്ങൾക്കിടയിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അഥവാ വസ്തുക്കളുടെ ചലനത്തെ തടയുന്ന രീതിയിലുള്ള ഒരു ബലം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ്. When a solid surface is rubbed on another solid surface, a force is created between the two which acts in the opposite direction of motion or tries to obstruct the motion of the object. This force is called frictional force and the phenomenon is called friction. When a solid surface is rubbed on another solid surface, ഒരു സോളിഡ് സർഫസ്, ഒരു ഖരവസ്തുവിൻ്റെ പ്രതലം, ഈസ് റബ്ബഡ് ഓൺ അനദർ സോളിഡ് സർഫസ്, വേറെ ഒരു സോളിഡ് സർഫസിൻ്റെ ഖരവസ്തുവിൻ്റെ പ്രതലത്തിൽ റബ്ബ് ചെയ്യുമ്പോൾ അഥവാ ഉരസുമ്പോൾ, എ ഫോഴ്സ് ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദ ടു, അവയ്ക്കിടയിൽ, ഇവ രണ്ടിനും ഇടയിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. വിച്ച് ആക്ട്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ, അത് ചലനത്തിൻ്റെ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യപ്പെടുന്നു. ഓർ ട്രൈസ് ടു ഒബ്സ്ട്രക്ട് ദ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനത്തെ തന്നെ അത് തടയാൻ ശ്രമിക്കുന്നു, തടയുന്നു. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ ഫിനോമിനൻ ഇസ് കോൾഡ് ഫ്രിക്ഷൻ. ഈ പ്രതിഭാസത്തെ ഫ്രിക്ഷൻ എന്നും വിളിക്കുന്നു. Let us examine this figure. ചിത്രത്തിൽ ഒരാൾ ഒരു ഫർണിച്ചർ നീക്കുവാൻ ശ്രമിക്കുന്നു, തള്ളുവാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇദ്ദേഹം കൊടുക്കുന്ന ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്ലൈയിങ് ഫോഴ്സ്, പുഷിംഗ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ വസ്തു ചലിക്കുന്ന ഡയറക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മോഷൻ്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വസ്തുവിനും പ്രതലത്തിനും ഇടയിൽ രൂപപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും കാണിച്ചിട്ടുണ്ട്. ഇവിടെ മോഷൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഈ ചിത്രത്തിൽ നിന്നും മോഷൻ്റെ ഡയറക്ഷനും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷൻ്റെ ഡയറക്ഷനും നമുക്ക് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ.
ഫ്രിക്ഷൻ രണ്ട് തരമുണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡൈനാമിക് ഫ്രിക്ഷനും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, the friction between two solid objects when at rest is called static friction. രണ്ട് സോളിഡ് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് ഖരവസ്തുക്കൾ റെസ്റ്റിൽ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിശ്ചലമായിരിക്കുമ്പോൾ അവയ്ക്കിടയിലുണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. Example, static friction can prevent an object from sliding down on a sloped surface. ഒരു സ്ലോപ്പ്ഡ് സർഫസിൽ അല്ലെങ്കിൽ ചെരിഞ്ഞ പ്രതലത്തിൽ ഉള്ള ഒരു ഒബ്ജക്റ്റിനെ താഴെ വീഴാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന്, തടയുന്നതിന് സ്റ്റാറ്റിക് ഫ്രിക്ഷന് കഴിയുന്നു. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, when the frictional force F is equal to the applied pulling force P, then the friction between two surfaces is known as limiting friction. That is, F is equal to P. Frictional force applied pulling force-ന് തുല്യമാകുമ്പോൾ, ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിന് തുല്യമാകുമ്പോൾ രണ്ട് പ്രതലങ്ങൾക്കിടയിലുള്ള, രണ്ട് സർഫസുകൾക്കിടയിലുള്ള ഫ്രിക്ഷനെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. അതായത് F ഈസ് ഈക്വൽ ടു P. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ദ മാക്സിമം ഫ്രിക്ഷൻ ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബിറ്റ്വീൻ ടു സ്റ്റാറ്റിക് സർഫസസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. Once a force applied to the two surfaces exceeds the limiting friction, motion will occur. Limiting friction is the maximum friction that can be generated between two static surfaces in contact with each other. Limiting friction is the maximum friction. Limiting friction എന്ന് പറയുന്നത് മാക്സിമം ഫ്രിക്ഷൻ ആകുന്നു. That can be generated between two static surfaces in contact with each other. പരസ്പരം കോണ്ടാക്റ്റിലുള്ള, സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് സ്റ്റാറ്റിക് സർഫസുകൾക്കിടയിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ മാക്സിമം ഫ്രിക്ഷനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വൺസ് എ ഫോഴ്സ് അപ്ലൈഡ് ടു ദി ടു സർഫസസ്, ഒരിക്കൽ ഈ രണ്ടു സർഫസുകൾക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ എക്സീഡ്സ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കൂടുതൽ ഒരു പ്രാവശ്യം അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ദ മോഷൻ വിൽ ഒക്വയർ, ചലനം സംഭവിക്കുന്നു. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താകുന്നു? മാക്സിമം ഫ്രിക്ഷൻ ആകുന്നു. ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബിറ്റ്വീൻ ടു സ്റ്റാറ്റിക് സർഫസസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. പരസ്പരം കോണ്ടാക്റ്റിലുള്ള, സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് പ്രതലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഏറ്റവും കൂടിയ ഫ്രിക്ഷനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വൺസ് എ ഫോഴ്സ് അപ്ലൈഡ് ടു ദ ടു സർഫസസ് എക്സീഡ്സ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ അധികം അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ അളവിൽ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ മോഷൻ വിൽ ഒക്വർ, മോഷൻ സംഭവിക്കുന്നു. നെക്സ്റ്റ്, ഡൈനാമിക് ഫ്രിക്ഷൻ. It is the friction between two objects when are in motion is called dynamic friction. It is also called kinetic friction. So, it is the friction between two objects when are in motion. രണ്ട് വസ്തുക്കൾ ചലനത്തിലായിരിക്കുമ്പോൾ അവയ്ക്കിടയിലുള്ള ഫ്രിക്ഷനെയാണ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കുണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇതിനെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്നും വിളിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.